നമസ്കാരം, ചർച്ച് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. പെൺകുട്ടിയുടെ കയ്യിൽ നിന്നും ലിയോ 14 പാപ്പ പിസ മേടിക്കുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നു. ചിക്കാഗോ ശൈലിയിലുള്ള പിസയാണ് ലിയോ 14 പാപ്പയ്ക്ക് നൽകിയത്. ജേഡൻ റിമ്യൂസ് എന്ന യുവാവ് പാപ്പയ്ക്ക് പിസ നൽകാൻ ആഗ്രഹമുള്ള കാര്യം തന്റെ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരുന്നു. എന്നാൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മൂലം യാത്ര മാറ്റിവെക്കുകയായിരുന്നു. എന്നാൽ പിന്നീടാണ് യുവജന ജൂബിലിയുടെ ഭാഗമായി തന്റെ സുഹൃത്ത് വത്തിക്കാനിലേക്ക് പോകുന്നുണ്ടെന്ന വിവരം അറിയുകയും സുഹൃത്തിന്റെ കയ്യിൽ പിസ കൊടുത്തയക്കുകയുമായിരുന്നു. തന്റെ ഏറെ നാളത്തെ ആഗ്രഹമായിരുന്നു യാഥാർത്ഥ്യമായതെന്ന് ജേഡൻ റിമീസ് പറയുന്നു. നിശബ്ദമായ ആരാധന തിന്മയേക്കാൾ ശക്തമാണെന്ന് ഓർമ്മപ്പെടുത്തി കർദിനാൾ റോബർട്ട് സാറ ഫ്രാൻസിലെ ഔറിയിൽ വിശുദ്ധ അന്നയുടെ പ്രത്യക്ഷീകരണത്തിന്റെ 400-ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ പ്രസംഗത്തിലാണ് കർദിനാൾ സാറ ഇപ്രകാരം പറഞ്ഞത്. ജൂലൈ 25-26 തീയതികളിൽ നടന്ന സെന്റ് ആൻ ഔറിയുടെ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകിയ ലിയോ 14 മാർപ്പാപ്പയുടെ പ്രത്യേക പ്രതിനിധിയായിരുന്നു ഇദ്ദേഹം. വിശ്വാസികൾ തങ്ങളുടെ സ്വകാര്യ ജീവിതത്തിൽ ദൈവത്തിന് പ്രഥമ സ്ഥാനം നൽകാൻ കർദിനാൾ പ്രോത്സാഹിപ്പിച്ചു. ഛത്തീസ്ഗഡിൽ സിസ്റ്റർ വന്ദന ഫ്രാൻസിസിനെയും സിസ്റ്റർ പ്രീതി മേരിയെയും അന്യായമായി ജയിലിലടച്ചത് ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്ന് കോട്ടയം അതിരൂപത. സ്വതന്ത്ര ഭാരതത്തിൽ എല്ലാ പൗരന്മാർക്കും തുല്യ അവകാശമുണ്ടെന്നിരിക്കെ നിസ്വാർത്ഥമായ സമൂഹ ശുശ്രൂഷ ചെയ്യുന്ന കന്യാസ്ത്രീകൾക്ക് സഭാവസ്ത്രം ധരിച്ച് രാജ്യത്ത് യാത്ര ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥ അങ്ങേയറ്റം ഭീതിജനകമാണ്. കേന്ദ്ര സർക്കാരും ഛത്തീസ്ഗഡ് ഭരണാധികാരികളും മൗനം വെടിഞ്ഞ് നീതിയുടെ പക്ഷത്ത് നിൽക്കണമെന്നും കോട്ടയം അതിരൂപത ആവശ്യപ്പെട്ടു. ഹിരോഷിമയിലെയും നാഗസാക്കിയിലെയും അണുബോംബ് ആക്രമണങ്ങൾക്ക് 80 വർഷങ്ങൾക്ക് ശേഷം നിരവധി കത്തോലിക്ക കർദിനാൾമാരും ആർച്ച് ബിഷപ്പുമാരും ഓഗസ്റ്റിൽ സമാധാനത്തിന്റെ തീർത്ഥാടനത്തിന്റെ ഭാഗമായി ജപ്പാൻ സന്ദർശിക്കും. ആണവായുധങ്ങൾ ഇല്ലാത്ത ഒരു ലോകത്തിനായുള്ള ആശയം ഉൾക്കൊണ്ടാണ് ബിഷപ്പുമാർ സമാധാനത്തിനായുള്ള തീർത്ഥാടനത്തിൽ പങ്കെടുക്കുന്നത്. 5 ദിവസത്തെ സന്ദർശനത്തിനുടനീളം വൈദികർ തീർത്ഥാടക സംഘത്തോടൊപ്പം ദിവ്യബലി അർപ്പിക്കുകയും ആണവായുധങ്ങളെക്കുറിച്ചുള്ള സംവാദത്തിൽ പങ്കെടുക്കുകയും ചെയ്യും. ദിവസങ്ങൾക്ക് ശേഷം പൊതുജനങ്ങളെ അഭിസംബോധന ചെയ്തു ലിയോ 14 പാപ്പ. യുവജന ജൂബിലി ആഘോഷത്തിനായി ലോകമെമ്പാടു നിന്നെത്തിയ യുവജനങ്ങളെ കൊണ്ട് നിറഞ്ഞ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിലാണ് പാപ്പ എത്തിയത്. കാസിൽ ഗാണ്ടോൾഫയിലെ വേനലവധി ചെലവഴിച്ച ദിവസങ്ങൾക്ക് ശേഷമാണ് ലിയോ 14 പാപ്പ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ എത്തിയത്. പോപ്പ് മൊബൈലിൽ പൊതുസദസ്സിനെ അഭിസംബോധന ചെയ്യാനെത്തിയ പാപ്പയെ യുവ തീർത്ഥാടകർ നിരവധി രാജ്യങ്ങളുടെ പതാകകൾ വീശി സ്വീകരിച്ചു. ഇതോടെ ചർച്ച് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.